ചങ്ക് കയറുന്നവൻ്റെ പ്രാർത്ഥനയാണ് ഇന്നത്തെ സുവിശേഷം. അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ സമരിയാക്കാർ അവൻ്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്തു വസിക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. കർത്താവെ, ഞങ്ങളോടൊത്തു വസിക്കണമേ എന്നുള്ള പ്രാർത്ഥന ബൈബിളിലുടനീളമുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിൽ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേൽ ജനം കാളക്കുട്ടി ഉണ്ടാക്കി പാപം ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഞാൻ ഇനി വരുന്നില്ല. അപ്പം മോശ ദൈവത്തോട് കരഞ്ഞു പറഞ്ഞു, കർത്താവെ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുവല്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞു വിടല്ലേ. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പെസഹായുടെ പീഡാനുഭവം കടന്ന് ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് പോകുമ്പോൾ വൈകുന്നേരമായപ്പോൾ കൂടെ നടന്ന ആളോട് അവർ പറഞ്ഞു, നേരം വൈകാറായി, നീ ഞങ്ങളുടെ കൂടെ വസിക്കും. അതുകൊണ്ട് ഹൃദയം തകർന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴുമുള്ള ഉത്തരം ഒന്നാണ്, ഈശോ അവരുടെ കൂടെ വസിക്കുന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞു, അവൻ 2 ദിവസം അവരുടെ കൂടെ താമസിച്ചു. മോശയോട് ദൈവം പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങളെ തനിയെ പറഞ്ഞു വിടുകയില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരും. ലൂക്കായുടെ സുവിശേഷത്തിൽ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ആ കർത്താവ് അവരുടെ കൂടെ താമസിച്ചു, അവരുടെ കൂടെ അപ്പം മുറിച്ചു, ഒരുമിച്ച് ഭക്ഷിച്ചു. നമുക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവെ, നിങ്ങളുടെ കൂടെ വസിക്കണം.